ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാവിലെ വീണ്ടും നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്ലീനിങ് പരിപാടിയിലാണ്. ചുരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് രാവിലത്തേന് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യട്ടെ. ചൂലിൻ്റെ കോലം നോക്ക്, മിക്കൂസ് എടുത്ത് കളിച്ചിട്ട് കളഞ്ഞ് പകുതിയൊക്കെ കളഞ്ഞു കേട്ടോ. അവരൊക്കെ റെഡി ആയിട്ട് നിൽക്കേണ്ടത്. പാത്രവും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാം കൊണ്ട് വെച്ചു. എനിക്ക് പല്ലിച്ച് എഴുന്നേക്കും. അപ്പോൾ എല്ലാ പരിപാടിയും ഇതാ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ അതിൻ്റെ വട്ടയിൽ ബാക്കിയാണ്, അപ്പോൾ അതൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ പിന്നെ ഇതാ പശുക്കുട്ടിന് പാലൊക്കെ കുടിപ്പിച്ച് അതാ കയ്യിൽ എണ്ണയൊക്കെ ആക്കിയിട്ട് കേട്ടോ നമ്മൾ കറക്കുന്നത്. കയ്യിൽ എണ്ണയാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഹാർഡാണ് കേട്ടോ. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ പശുവുള്ള സമയത്ത് നമ്മൾ പാലിൻ്റെ പത വെച്ചിട്ടാണ് നമ്മൾ കറക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവളുടെ അകിടത്ത് ഇത്തിരി ഹാർഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ പോലത്തെ സംഭവങ്ങൾ തന്നെ വേണം, എണ്ണ വഴുവഴുപ്പുള്ളത് തന്നെ വേണം, എന്നാലും നമുക്ക് കറക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളിതാ ഇപ്പോൾ കറക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അകിടൊക്കെ കഴുകി നമ്മളൊരു തുണി ഉപയോഗിച്ച് തുടച്ച് കയ്യിൽ എണ്ണയൊക്കെ ആക്കിയിട്ടാണ് കറക്കുക. അപ്പം ഞാൻ അവിടെ വളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാരി അടിക്കാനുണ്ടെങ്കിൽ അടിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടീനെ പാൽ കുടിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും, അപ്പോൾ പാലിറക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ അപ്പുവാണ് എന്നെയും എക്സ്പേർട്ടായത്. കാരണം കുട്ടിക്ക് പാൽ കുടിക്കുമ്പോൾ എങ്ങനെ പാലിറങ്ങണമെന്ന് വരെ അപ്പോൾ പഠിച്ചു. എനിക്കിപ്പോഴും അതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറന്ന് കിട്ടുന്ന കുറേശ്ശെയുള്ള പാല് നമ്മളിവിടെ പാൽ മാത്രം അരിപ്പയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊണ്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ കറക്കുന്ന നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ പാല് ഞാൻ ഒഴിച്ച് തരാം, കറന്ന് കുറേശ്ശാവുമ്പോൾ എൻ്റെ താന്ന് പറഞ്ഞിട്ട് ഞാനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചാവുമ്പോൾ എൻ്റെ തരും, അപ്പോൾ ഞാൻ അതിൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവൾ തട്ടിക്കഴിഞ്ഞാൽ കുറച്ചുള്ള പാലാണെങ്കിൽ പോവും. നമ്മൾ നിറയട്ടെ കൊണ്ട് കാത്തിരുന്ന് കഴിഞ്ഞാൽ ഫുള്ളും അവൾ തട്ടിക്കളയും കേട്ടോ. അപ്പോൾ അപ്പന് എണ്ണ വേണം പറഞ്ഞപ്പോൾ എണ്ണ എടുത്ത് കൊടുത്താണ് കേട്ടോ. അതാ ടപ്പു പാല് ഇറക്കുന്ന വീഡിയോ ഇതിൽ ശരിക്കും ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് കറക്കുന്നൊരു വീഡിയോ പോലെ തന്നെ ഉണ്ട്. നാല് കമ്പ് മാറ്റി മാറ്റി കറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഇടുന്നത്. ഞാൻ വലിയ പശുവിൻ്റെ കുഞ്ഞു പശുവിൻ്റെ ഇടയിലിരിക്കുന്നത്. കാരണം ഈ കുഞ്ഞു പശു ഇടയിൽ കൂടെ പാൽ കുടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ആളെന്നെ ഇങ്ങനെ കുത്തുകയാണേ, ഇരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ കുത്തുകയാണ്. അപ്പോൾ ഞാൻ പാൽ ഇറക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ എടുത്തതാണ്. ഇവിടെ ഇരുന്നിട്ട് കുഞ്ഞു പശുവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ തവണയും നമ്മൾ കുടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒറ്റ തവണയിൽ നമുക്ക് കറന്നിട്ടുള്ളത് കിട്ടിയിട്ടില്ല. കാരണം നല്ല സ്പീഡിലായാലാണ് ഒറ്റ തവണയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ലഘു അപ്പോൾ കറക്കാൻ പോകുന്നുണ്ട്. കഴുകണ്ടേ? നമ്മളിപ്പോൾ ഈ സൈഡിലേക്ക് നിർത്തിയിട്ടാണ് കഴുകണത്. വെള്ളം ആ കപ്പ് കാണുമല്ലോ തുടയ്ക്കാനുള്ള തുണി. ചിലവർ ചോദിക്കുന്നുണ്ട് കേട്ടോ, ചിലവർ ചോദിക്കുന്നുണ്ട് നമ്മൾ പശുവിനെ ഇതിനെയൊക്കെ വെച്ച് കണ്ടന്റ് ആക്കുകയാണോന്ന്. അപ്പോൾ എന്താ പറയാനുള്ളത്? ലൈഫിന്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരു ഭാഗം, മുക്കാൽ ഭാഗവും ഇതിന്റെ കൂടെ തന്നെ, ഇതിന്റെ കൂടെയും പോത്തിന്റെയും കൂടെയാണ്. അപ്പൊ നമ്മുടെ ലൈഫ് ഇടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഇവര് തന്നെ ആയിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇവരെ വെച്ച് കണ്ടന്റ് ആക്കാനൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് ചിന്തിച്ചിട്ട് പോലില്ല. നമ്മളിന്നും നിങ്ങൾക്ക് പോത്ത് ജീവിതം നേരത്തെ പശു വരാത്തുമ്പോൾ അറിയാലോ, നമ്മൾ ഭൂരിഭാഗം ടൈമും ഇതിന്റെ കൂടെയാണ്. ആയിക്കൂടെ നമുക്കൊരു നമ്മുടേതായിട്ടുള്ള സമയം കിട്ടുന്ന ഒരു രാവിലെ ഒരു 11 മണിക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ ആ ചെറിയ ഗ്യാപ്പ്, അതിൽ ചിലപ്പോൾ വീട്ടിലിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിന് ഓടിപ്പിടിച്ച് പോയി ചെയ്യും. അതിനിടയിൽ നമ്മുടേതായിട്ടുള്ള ഒരു സമയം വീഡിയോ എടുക്കേണ്ടതില്ല. ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ ഒരു 24 മണിക്കൂറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 20 മണിക്കൂറോ അല്ലെങ്കിൽ അത് കൂടുതൽ ടൈമും ഇതിൻ്റെ കൂടെ തന്നെയാണ്. അത്രയേ ഉള്ളൂ. കാരണം പിന്നെ പോത്ത് ജീവിതത്തിൻ്റെ വീഡിയോസ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പോത്തുകളെക്കാട്ടി കൂടുതൽ സത്യം പറഞ്ഞാൽ വീടിൻ്റെ കൂടെയാണ്. കാരണം നമ്മൾക്ക് ഇങ്ങനെ അകിട് നീര് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അല്ലേ ഫുൾ ടൈം നമ്മൾ വീടിൻ്റെ കൂടെ തന്നെയാണ്. നമുക്ക് ടെൻഷനാണ്. കാരണം പോത്തിനാകുമ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നുമില്ല.
അവർക്ക് ഇങ്ങനെ നമ്മൾ ഇത്രയും ഇവര് അങ്ങനെയല്ലല്ലോ. പശുക്കളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും, കാര്യങ്ങൾ വരും. അപ്പൊ നമ്മളത് വന്നപ്പോൾ ശരിക്കും നല്ല ടെൻഷനായി. നിങ്ങൾ തന്ന സപ്പോർട്ട് തന്നെയാണ് കേട്ടോ സത്യമായിട്ട്. ഞാൻ പൊന്നിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഞാൻ വിറ്റ് കൊടുത്താലോ ഇല്ലെങ്കിൽ എല്ലാം കൂടി നമ്മുടെ കയ്യിൽ ഇതാവുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയും, സപ്പോർട്ട് ചെയ്യും, നല്ല അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങളുടെ അവരതൊക്കെ പറയുന്നതിനോട് സത്യം പറഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളിതിന് വീണ്ടും നമ്മൾ തുറന്ന് നോക്കാലേ എന്ന് ചിന്തിച്ചത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. എൻ്റെ ഇവിടെ ഉള്ള ഒരു ഇതിൽ പോലും നമ്മളങ്ങനെ ഷെയർ ചെയ്യാറുമില്ല, നമുക്ക് കിട്ടാറുമില്ല. പിന്നെ നമ്മളെ പോത്തിനെ സെയിൽ ചെയ്യുന്ന കാര്യം നമ്മൾ ലാസ്റ്റ് പ്രൈസാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞത്, കച്ചവടക്കാരൊക്കെ പറഞ്ഞത് 2 പോത്തിന് 40ഉം വലിയ പോത്തിന് 45ഉം വെച്ച് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ അതിൽ നിന്ന് 5 രൂപ കുറച്ചിട്ടാണ് 1.20 കിട്ടി നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ടിരുന്നത് കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ച പൈസ അതൊന്നും ആയിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു വിലയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. അതാണ് അതിലൊന്നും കുറയ്ക്കാത്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ലാസ്റ്റ് പൈസ പറഞ്ഞത് ഒന്നും കുറയ്ക്കാത്ത നമ്മൾ പറയില്ലേ, ജെന്യുവൻ ആയിട്ടുള്ളൊരു വില, ആ ഒരു വിലയാട്ടോ നമ്മൾ പറഞ്ഞത്. നമ്മൾ നോക്കിയതിനുള്ള വിലയൊന്നും സത്യം പറഞ്ഞാൽ ആയിട്ടില്ല. നമ്മൾ കൊടുത്ത തീറ്റയ്ക്കും അല്ലെങ്കിൽ നമ്മൾ വളർത്തിയതിനുള്ള വിലയൊന്നും ആയിട്ടില്ല. പക്ഷേ നമുക്ക് ഇത്തിരി അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ കൊടുക്കാമെന്ന് വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ 2-3 കച്ചവടക്കാരൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതിലാണ് വില കിട്ടണം അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ എല്ലാവരുടെ കമൻസും കാണാറുണ്ട്. നമ്മുടെ ലൈഫിൻ്റെ കൂടെ തന്നെ നമ്മുടെ പശുവിൻ്റെ ലൈഫും സത്യം പറഞ്ഞാൽ ഇവൻ്റെ കൂടെയാണ് അപ്പു പറഞ്ഞാൽ ഫുൾ ടൈം. അതുകൊണ്ടാണ് അത് അവർക്ക് ഇന്നലെ വിരട മരുന്ന്, അതുപോലെ തന്നെ ഇവൾക്ക് അകിട് വീക്കത്തിനുള്ള മരുന്ന്, പിന്നെ പെയിനില്ലാണ്ടിരിക്കാനുള്ള മരുന്ന്, അപ്പുവിന് രാത്രി 9-10 മണി വരെയും തൊഴുത്ത് ക്ലീൻ ചെയ്യലും അവർക്ക് മരുന്ന് കൊടുക്കലും ഇവിടെ വൃത്തിയാക്കലൊക്കെയാണ് കേട്ടോ. പറ്റി നമുക്കൊരു ദിവസം അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ പാൽ കയറുന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാൽ കയറുന്നത് അതിൽ അരിച്ചിട്ടാണ് ഇതിൽ ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരിതാ എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. എന്താ അമ്മ 2 ആൾക്ക് ഒന്നും കുത്തുകൂടൽ തന്നെയാണ്. കാരണം നമ്മുടെ വൈക്കോലൊക്കെ കൂട്ടി വെച്ചത്, വൈക്കോലൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാനാണ് ഞാൻ അപ്പൂനോട് പറയുന്നത്. കാരണം വൈക്കോല് ഭയങ്കര വിലയാണ്, ഒരു കെട്ടിന് 300 രൂപയാണ്. പിന്നെ ഇത്തവണ എടുത്ത വൈക്കോല് കെട്ടിന് ചെറിയൊരു കേടുപാടുള്ളത് കൊണ്ട് അവർ എത്ര രൂപയ്ക്ക് തന്നപ്പോൾ 250 രൂപയ്ക്ക് തന്നു കേട്ടോ. അവൾക്ക് എങ്ങാനും അപ്പുറത്തെ സൈഡ് കറന്ന് അവൾക്ക് ഇതുപോലെ ഒന്ന് പോയി നിൽക്കണം. ശരി, അപ്പോൾ നമുക്ക് കറന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് വീടെടുക്കുമ്പോൾ പോലെ എൻ്റെ കയ്യിൽ വന്നിട്ടതാ കിടന്നിട്ട് കുത്തലാണ് മാറാണ്. ഹേയ് നമ്മുടെ പോത്തപ്പൻ്റെ ഇവനാള് എൻ്റെ കൈ ഇവരെ നമുക്ക് കൊടുക്കുമ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ, പാവങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ. ഇനി സൊസൈറ്റിയിൽ പോവുക, പാൽ കൊടുക്കുക, അവർ മേയ്ക്കാൻ കൊണ്ടുപോകാം കേട്ടോ.